വീട്ടുകാരറിയാതെ ഞാൻ ഭക്ഷണം ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. വീട്ടുകാർക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഷിംലയിലൊരു കുട്ടിനെ പരിചയം, പെൺകുട്ടിയാണ്, ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ആ കുട്ടിയെ റെസ്പെക്ട് ചെയ്യാൻ എനിക്ക് തോന്നിയ കാരണം എന്ന് വെച്ചാൽ അവളവിടെ ചായക്കട നടത്തുന്നുണ്ട്, വീടും നോക്കുന്നുണ്ട്, കോളേജ് അടിക്കാനുള്ള ഫീ ഒന്നും കാണിക്കും. എന്താ പറയാ, 3 ദിവസം എന്നെ തീറ്റി പോയി. തിരിച്ച് മണാലി പോയി തിരിച്ചു വന്നാൽ എന്നെ ലൂസ്, എന്നെ കൊണ്ട് ലൂസ് താമസം ഉറങ്ങിയിട്ടില്ല. ഞാൻ ഏകദേശം 2-3 ദിവസം ഉറങ്ങിയിട്ടില്ല. അവിടെ ഇറങ്ങാൻ പറ്റും, ഇറക്കാൻ വയ്യാതായി. എന്റെ കാലിന്റെ അടിയൊക്കെ പൊട്ടിയിരുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മലപ്പുറത്തേക്ക് സ്വാഗതം. ഞാൻ ഷെയ്ദ് ഫ്രം തിരൂർ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ മുന്നിൽ വരുന്നത് തിരൂർ മുത്തൂർ സ്വദേശി മുഹമ്മദ് ഫായിസ് ആണ്. മുഹമ്മദ് ഫായിസ് ഒരു സാധാരണ ചെറുപ്പക്കാരൻ, ഒരു ബിടെക് വിദ്യാർത്ഥിയായിരുന്നു. ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ കുറച്ച് മുന്നേ സോഷ്യൽ മീഡിയയിൽ അവനായിരുന്നു ഹീറോ. വേറൊന്നുമല്ല, വെറും 40 രൂപ ചെലവിൽ 36 ദിവസം കൊണ്ട് ഇന്ത്യയിൽ കേരളം മുതൽ മണാലി, നമ്മുടെ അയൽരാജ്യമായ നേപ്പാൾ കാഠ്മണ്ഡു വരെ യാത്ര ചെയ്ത് സേഫായി തിരിച്ചെത്തി ഒരുപാട് അനുഭവങ്ങളുമായി വന്ന വ്യക്തിയാണ് നമ്മുടെ മുഹമ്മദ് ഫായിസ്. അപ്പോൾ അവൻ്റെ ആ യാത്രാനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാം. ഇന്ന് എൻ്റെ മലപ്പുറത്തിലൂടെ മുഹമ്മദ് ഫായിസ് നമ്മുടെ. അപ്പോൾ ഇനി നമുക്ക് ഫായിസിൻ്റെ അടുത്തേക്ക് പോകാം. അതിനു മുന്നേ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫായിസിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഹിച്ച് ഹൈക്കിംഗ് സുൽത്താൻ, തിരൂരിൻ്റെ സാഹസികൻ ഫായിസിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീടിൻ്റെ മുന്നിലാണ്. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ ഏറ്റവും ചെറിയ മകനായിരിക്കും ഫായിസ്. ഫായിസ് മൻസിൽ തന്നെയാണ് ഇതിൻ്റെ വീടിൻ്റെ പേരും. ഹായ്, എൻ്റെ പേര് മുഹമ്മദ് ഫായിസ്. വീട് തിരൂരിലെ മുത്തൂർ എന്ന പ്രദേശത്താണ്. ഒരു ഹിച്ച് ഹൈക്കിംഗ് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ ദിവസമാണ്. അപ്പൊ ഫായിസ്, ഈ യാത്ര എങ്ങനെയാണ് ആദ്യം പ്ലാൻ ചെയ്തത്? ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, ഇന്ന സ്ഥലത്തേക്ക് പോവുക, അതല്ലെങ്കിൽ ആഗ്രഹം ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നോ, അതോ ഒരു ഹിച്ച് ഹൈക്കിംഗ് ആയിരുന്നോ ആഗ്രഹം? ആഗ്രഹം യാത്ര എങ്ങോട്ടൊന്നുമില്ല, ഡെസ്റ്റിനേഷൻ ഇല്ലായിരുന്നു. ഞാൻ ഡെസ്റ്റിനേഷൻ വെച്ചതാണ്. ഒരു യാത്രയുടെ ലക്ഷ്യം, എന്തിനൊരു ലക്ഷ്യം വേണം. ആ ഡെസ്റ്റിനേഷൻ വെച്ചതാണ് നേപ്പാൾ, ഭൂട്ടാൻ. അപ്പൊ നേപ്പാള്, ഭൂട്ടാനായിരുന്നു ഡെസ്റ്റിനേഷൻ, അല്ലാതെ നമ്മുടെ നാട്ടിലുള്ളതല്ല. ഇന്ത്യക്ക് പുറത്തെത്തണം. അതിനെ പുറത്തെത്തണം, ഇന്ത്യയിൽ എവിടെയൊക്കെ പോകണമെന്നായിരുന്നു പിന്നത്തെ ചിന്ത. അങ്ങനെയാണ് ഞാൻ ഈ റൂട്ട് പ്ലാൻ ചെയ്തത്. ഈ ഗോവ തീരദേശത്തിലൂടെ കടന്നിട്ട് ഡൽഹിയിലോട്ട് പോകാം, അങ്ങനെയായിട്ട് കിടക്കാന്നുള്ള പ്ലാൻ പിന്നെയാണ്. അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ കിട്ടി. ഞാൻ എനിക്ക് പോകുന്ന സ്ഥലങ്ങളിൽ എനിക്കൊരിക്കലും ഹിച്ച് ഹൈക്ക്, ബൈക്ക് റൈഡർ അല്ല, ഞാൻ ഹിച്ച് ഹൈക്കറാണ്. അപ്പൊ എനിക്ക് ചിലപ്പോൾ എത്തിപ്പെടുന്ന സ്ഥലത്ത് നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ടൂറിസ്റ്റ് പ്ലേസുകളിൽ എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ എത്തിപ്പെടുന്ന പ്ലേസസ് ഏതൊക്കെയെന്നോ അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്തു. ഞാൻ എവിടെയൊക്കെ പോകണം, ഗൂഗിൾ ട്രിപ്സിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. അതിനനുസരിച്ച് ഞാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ ഏതൊക്കെ സ്ഥലത്ത് പോകാൻ പറ്റും. ഞാൻ ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ മെൻഷൻ ചെയ്തു. മാക്സിമം പോയ ട്രിപ്പിലൊക്കെ ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ ഞാൻ കവർ ചെയ്തു പറ്റിയിട്ടുണ്ടായിരുന്നു. പ്ലാൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ഫുഡിന്റെ ഭക്ഷണങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് റെഡി ആക്കി. ഭക്ഷണം വീട്ടുകാരറിയാതെ ഞാൻ ഭക്ഷണം ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. വീട്ടുകാർക്ക് മനസ്സിലായിട്ട് ഭക്ഷണം കൺട്രോൾ ചെയ്തു. രാത്രി ഫുഡ് കഴിക്കാറ്, ഫുഡ് കഴിക്കാറ്, അങ്ങനെയൊക്കെ നടന്ന് പ്ലാൻ ചെയ്യുന്നില്ല. വീട്ടുകാർ ഫുഡ് കഴിക്കാൻ നടക്കാണ് അത് ഒരു ചീത്ത പറയും. അവർക്കറിയില്ലല്ലോ ഇപ്പൊ ഞാൻ ഈ യാത്രക്ക് പോയി ട്രെയിൻ ചെയ്യാന്ന് അവർക്കറിയില്ല. അതൊക്കെ മുന്നേ എടുത്ത തീരുമാനമാണ്. പോകുന്നതിന് മുന്നേ ഹിച്ച് ഹൈക്കിംഗ് ആയിരുന്നു പ്ലാൻ, അതോ ഏരിയ കാണലായിരുന്നോ, അതോ യാത്ര തന്നെ എങ്ങനെ ഹിച്ച് ഹൈക്കിംഗ് ക്യാഷ് ഇല്ലാതെ എങ്ങനെയെങ്കിലും പോയി? ക്യാഷ് ഇല്ലാതെ പോകുന്നുള്ളതല്ല എന്റെ ലക്ഷ്യം, യാത്ര ചെയ്യാന്നുള്ള ലക്ഷ്യം. ആ ക്യാഷ് ഇല്ലാതെ ആക്കിയത് ഈ ഒരു യാത്രയും ഓൺ മൈ വേ അല്ലെങ്കിൽ ക്യാഷ് ഇറങ്ങുമായിരുന്നു. കാരണം അവർ എന്നെ കൊണ്ട് ചെലവഴിപ്പിച്ചില്ല, അതാ പ്രശ്നം. ഇതാരാണ് ഈ ഓൺ മൈ വേ ഒരു യാത്ര? 2 വാട്സപ്പ് ഗ്രൂപ്പുകളാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പല ഗ്രൂപ്പുകളിലും എനിക്ക് ഇത്രത്തോളം സപ്പോർട്ട് കിട്ടിയ വേറെ ഗ്രൂപ്പില്ല. എന്ന് വെച്ചാൽ പല ഗ്രൂപ്പുകളിലും നമ്മളിപ്പോ എന്തെങ്കിലും കാര്യം ഗ്രൂപ്പാണ് എപ്പോഴും അടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും നമ്മൾ തമാശ പറഞ്ഞാൽ പോലെ അവർ ഇത് ഗ്രൂപ്പിൽ ഇത് പാടില്ല. പക്ഷെ ഈ 2 ഗ്രൂപ്പുകളിൽ എപ്പോഴും പേഴ്സണൽ കാര്യങ്ങൾ വരെ പറഞ്ഞാൽ കളിയാക്കുക, അങ്ങനെയൊക്കെ നല്ല രസമാണ്. അതിന്റെ ട്രാവലിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു കുടുംബം പോലെ പോകുന്ന 2 ഗ്രൂപ്പുകൾ. 2 ഗ്രൂപ്പാണെന്നുള്ളൂ, പക്ഷെ ഒറ്റ മനസ്സാണ് പോകുന്ന 2 ഗ്രൂപ്പുകൾ. എല്ലാവരും നേരത്തെ അറിയുന്നവരാണ്. അല്ല, ഒരാളെ പോലും എനിക്കറിയില്ല. അതിൽ ഹാരിസിനെ അറിയാം. കാര്യം എന്നെ കൊണ്ട്, എന്റെ അയൽവാസിയാണ്. ഗ്രൂപ്പിലോട്ട് കൊണ്ടുവന്നു. അവനോട് നന്ദിയുണ്ട്. കാരണം ആ ഗ്രൂപ്പിൽ എത്തിയോണ്ടാണ് വിജുബായ് എന്നൊരാളെ പരിചയപ്പെട്ടത്.
നജീബായി ആണ് എനിക്ക് ഇന്ത്യയിൽ മൊത്തം കറങ്ങാനുള്ള ഫുൾ സപ്പോർട്ട് തന്ന അയാൾ. ഒരു രക്ഷയില്ല ആള്. അയാൾ ഒരു കോണ്ടസ ക്ലബ് ഉണ്ട്, കോണ്ടസ ക്ലബിലെ മെമ്പറാണ്. കോണ്ടസ ക്ലബിലത്തെ ആൾക്കാരെ വെച്ചാണ്ടായിരുന്നു എനിക്ക് എന്താ ചെയ്തത്. അദ്ദേഹത്തിന്റെ വീട് വീട് തൃശ്ശൂരാണ്. തൃശ്ശൂർക്കാരൻ. ഗൾഫിലാണ്. അപ്പൊ വിദേശത്ത് ഇരുന്നിട്ടാണ് നിങ്ങളുടെ ഇവിടുത്തെ ജോലിന്റെ ഇടയിൽ ഇരുന്നിട്ട് പോലെ എനിക്ക് ഇങ്ങനെ സപ്പോർട്ട്, എനിക്ക് അറിയില്ല എങ്ങനെയാണ് ഈ പറ്റുന്നതെന്നൊന്നും. ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ മറ്റു സ്ഥലത്ത് എത്തുമ്പോൾ എനിക്ക് അവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ യാത്രയില് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു? അതായത് കേരളത്തിന്, നമ്മുടെ കേരളം നമുക്കറിയാലോ, ദൈവത്തിന്റെ സ്വന്തം നാടിന്ന് ഏകദേശം ലോകം മൊത്തം അറിയുന്ന. ശരിക്കും ഇന്ത്യയിൽ കേരളം തന്നെയാണോ ദൈവത്തിന്റെ സ്വന്തം നാട്? ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം. ചില സ്ഥലങ്ങൾ കേരളത്തിന് ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, പക്ഷെ കേരളത്തിലെ ക്യാരക്ടർ എനിക്ക് വേറെ ഉണ്ടാകും, ജനങ്ങളുടെ സ്വഭാവം. പിന്നെ അത്രയും കേരളത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടർ എനിക്ക് തോന്നി ഹിമാചലത്തെ ആൾക്കാർ ഭയങ്കര സ്നേഹമായിരുന്നു. ഷിംലയിലുള്ള ആൾക്കാർ ഒക്കത്തെ സ്നേഹം, ട്രാവലറിനെ ബഹുമാനിക്കുന്ന സ്നേഹം, അത് ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പോ നാട്ടിൽ നിന്ന് ഒരു ഇതുവരെ പരിചയമില്ലാത്തവരാണല്ലോ കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ ലോക്കൽസ് ആയിരുന്നോ അതോ നമ്മുടെ കേരള മലയാളികളായിരുന്നോ സപ്പോർട്ട് ചെയ്തത്? അവിടെയുള്ള ആൾക്കാരായിരുന്നു അധികം. അത് വിജുവായുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു സപ്പോർട്ട് ചെയ്തത്. അതൊരു രക്ഷയില്ല. വിജുവായുടെ ഫ്രണ്ട്സ് ഒരാള് ഒന്നിനൊന്ന് മെച്ചമാണ്. ഗോവയിൽ കണ്ട ഫ്രണ്ട്സിനെക്കാട്ടും ബെറ്റർ ആണ് സൂറത്തിൽ കണ്ടാണ്, മുംബൈയിലുണ്ടാവും. മുംബൈനെക്കാട്ടും ബെറ്റർ ആണ് സൂറത്തിൽ കണ്ടാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോന്നൊന്നിനൊന്നും ബെറ്റർ ആയിരുന്നു എല്ലാ ഫ്രണ്ട്സും. ക്വാളിറ്റിയൊക്കെ നല്ല കണക്ഷൻസ് ഉണ്ട്, അപ്ഡേഷൻസ് കൊടുക്കുന്നത്. അതിന് സൂറത്തിലുള്ള ഒരാള് എൻ്റെ കൂടെ അടുത്ത എൻ്റെ ട്രിപ്പിന് വാലി ഓഫ് ഫ്ലവേഴ്സിലോട്ടുള്ള എൻ്റെ ആയിരിക്കും എൻ്റെ കൂടെ വരാന്ന് പറഞ്ഞു. ഓ, അപ്പോൾ അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു ഇതിനോടകം? വാലി ഓഫ് ഫ്ലവേഴ്സ് പോകുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ മണാലി ടു ലഡാക്ക് നടന്നു പോവാം, ഹൈക്ക് ചെയ്യാം. 495 കിലോമീറ്റർ നടന്നു പോകാനുള്ള മണാലി ടു ലഡാക്ക് ഓൺ റോഡല്ല, കാട്ടിലൂടെ ഹൈക്ക് ചെയ്താൽ പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഈ പേപ്പേഴ്സ് കാര്യങ്ങൾ ഫോറസ്റ്റുമായിട്ടുള്ള ഒക്കെ റെഡിയാക്കാന്ന് പറഞ്ഞു. മാലിയിലോട്ട് പിന്നെ എൻ്റെ ഹിമാചലിന്റെ മാപ്പ് ഉണ്ടായിരുന്നു. ആ മാപ്പിൽ നോക്കിയപ്പോൾ മേജർ ഹൈക്കിംഗ് റൂട്ട് കയറാണ്ട് ലഡാക്കിലോട്ട് ഹൈക്കിംഗ് റൂട്ട് കയറി ആ റൂട്ടിൽ പോകേണ്ട. ഇപ്പോൾ അവിടുത്തെ ലോക്കൽസ് ഒക്കെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ലോക്കൽസ് ഒക്കെ ഏതെല്ലാം രൂപത്തിൽ എനിക്ക് സപ്പോർട്ടായിട്ട്? ഇപ്പൊ ഷിംലയിലെ ഒരു കുട്ടിനെ പഠിച്ചത്, പെൺകുട്ടിയാണ്, ഡിഗ്രിക്ക് പഠിക്കണം. ആ കുട്ടിയെ റെസ്പെക്ട് ചെയ്യാൻ എനിക്ക് തോന്നിയ കാരണം എന്ന് വെച്ചാൽ അവളവിടെ ചായക്കട നടത്തിയിട്ട് വീടും നോക്കുന്നുണ്ട്, കോളേജ് അടക്കമുള്ള ഫീയും കാണിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഷിംലയിൽ ചെറിയൊരു ചായക്കട അത് നടത്തിയാൽ വീട് നോക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അവൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും അവള് ആ കടമ ഉണ്ടാക്കിയിട്ട് പഠിക്കുന്നുണ്ട്. നന്നായിട്ട് റെസ്പെക്ട് ആക്കി നോക്കി. അവളെ എനിക്ക് ഷിംലയിൽ കാണേണ്ട സ്ഥലങ്ങൾ എങ്ങനെ പോകണം, എവിടെയൊക്കെ പോകണം, ഏത് വഴിയിലൂടെ പോകണം എന്ന കാര്യങ്ങളൊക്കെ ഒരു ലിസ്റ്റ് വരെ എഴുതി തന്നു. അത് ചായക്കടയിൽ നല്ല ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ആക്കാറൊക്കെ ഉണ്ട്. അവിടെ എത്തി പിന്നെ അങ്ങോട്ട് യാത്രയിൽ ഫുള്ള് എനിക്ക് എന്താ പറയുക എവിടെ എത്തി എങ്ങനെ എത്തി എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ അവിടെ ഒരാളെന്നെ റൂമിലോട്ട് ആക്കി തന്നത്, എനിക്കതെന്ന ഒരാളെ റൂമിലോട്ട് ആക്കി തരിക എന്ന് വെച്ചാൽ കടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് റൂമിലോട്ട് ആക്കി ഞാൻ ആക്കി തരാം പൈ വെച്ചിട്ട്. അതായത് നല്ലൊരു ക്യാരക്ടർ, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി അവിടെ ആ നാട്ടിൽ. പൊതുവെ അവിടുത്തെ എല്ലാ ലോക്കൽസും ഇതുപോലെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഉപേദിക്ക് അവിടുത്തെ ലോക്കലാണോ അതോ മലയാളിയാണ്? മലയാളിയാണ്. അവരുടെ കൂടെ ആയിരുന്നു സ്റ്റേ ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല ട്രീറ്റ് ആണ്. പക്ഷേ എനിക്ക് കിട്ടിയിട്ട് ഏറ്റവും നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ അവിടുന്നായിരുന്നു. ഹിമാചൽ ഷിംല. പിന്നെ നമ്മുടെ പ്രശസ്തനായ കൊണ്ടോട്ടിക്കാരൻ ബാബുഖാനെ കണ്ടു. ബാബുഖാനെ കൂടെ താമസിച്ചിട്ട് പോകാൻ വിചാരിച്ചാൽ ഞാൻ പോയത്. പക്ഷെ നിർഭാഗ്യവശാൽ ബാബുഖാൻ നാട്ടിലോട്ട് പോകാൻ, പോളാറിലോട്ട് പോകാൻ വേണ്ടി, നോർവേയിലോട്ട് പോകാൻ തയ്യാറായപ്പോൾ ഇവരന്ന് ഇവിടെ പൂർത്തിയാക്കിയാണ് പോകാൻ കഴിഞ്ഞു. ബാബുഖാനെ കൂടെ കുറച്ചേരം ഇരുന്ന് സെൽഫിയൊക്കെ എടുത്ത് അതാണ് നമ്മുടെ നിയോഗിനൊക്കെ ട്രെയിൻ ചെയ്ത് അദ്ദേഹത്തോട് കൂടെയുള്ള അനുഭവം എങ്ങനെയായിരുന്നു? അവള് ഭയങ്കര കൂളാ. പിന്നെ ഓർ സംസാരിക്കാൻ തോന്നുന്നില്ല. ചിലവരൊക്കെ പറയാണ്ട് ജാടയാണ് സംസാരിക്കാൻ തോന്നുന്നത്. അതുകൊണ്ടല്ല, ആളെ ക്യാരക്ടർ അങ്ങനെയാണ്. ഒരാളെ ക്യാരക്ടർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ ജാടയല്ല. പക്ഷെ നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നല്ല റീപ്ലൈ എന്നോട് പറഞ്ഞു, ഞാൻ തിരിച്ചു കഴിഞ്ഞു പോലെ അപ്പോ വരണം എന്നൊക്കെ പറഞ്ഞു. നല്ലൊരു ക്യാരക്ടർ, ഭയങ്കരമായിട്ട് ആളെ ഇഷ്ടമായി. ഡോക്ടറാണ്. അവിടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? അവിടെ ആപ്പിൾ ഫാമാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇതുപോലെ അത്തരം പ്രദേശങ്ങളിൽ ഏതൊക്കെ ഇപ്പോൾ കേരളം മുതൽ അതുവരെ സഞ്ചരിച്ചിട്ട് നമ്മുടെ നാട്ടിലത്തെ വ്യക്തികൾ എത്ര പേരെ കണ്ടു, പരിചയപ്പെട്ടു? എൻ്റെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു. അവൻ ഡൽഹി വർക്ക് ചെയ്യുന്ന. പിന്നെ ഡൽഹിയിൽ വെച്ച് 2 പേരെ പരിചയപ്പെട്ടു, നിസാറും പിന്നെ നജുമുദ്ദീനും 2 പേരും. അവരവിടെ അല്ല, ഞാൻ പരിചയപ്പെട്ടൊന്നുമില്ല, ഒരു പരിചയപ്പെട്ടു. അവരെന്നെ എന്താ പറയാ 3 ദിവസം എന്നെ തീറ്റിപ്പോറ്റി. തിരിച്ച് മണാലി പോയി തിരിച്ചു വന്ന എന്നെ കൊണ്ട് ലൂസിഫർ ഫിലിം കാണാൻ അവര് കൊണ്ടുപോയി കാണിച്ചു തന്നു. എന്താ പറയാ വേറെ ലെവല് 2 പിള്ളേര്, 2 ആളും. ലാലേട്ടന്റെ സിനിമ നാട്ടിൽ നിന്ന് കാണാൻ കണ്ടല്ലേ?
പിന്നെ ഇതിലിപ്പോ നേരത്തെ ക്ലാഷുകൾ പറഞ്ഞ ഒരു 150 കിലോമീറ്ററോളം 12 മണിക്കൂർ എടുത്ത് യാത്ര ചെയ്തെന്ന് പറഞ്ഞിട്ട്, അതല്ലാതെ ഇപ്പോ താമസം കൊണ്ട് താമസം ഉറങ്ങിയിട്ടില്ല. ഞാൻ ഏകദേശം 2-3 ദിവസം ഉറങ്ങിയിട്ട് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ബസ് സ്റ്റാൻഡിലൊക്കെ ഉറങ്ങുന്ന ദിവസം ഉറങ്ങിയിട്ടില്ല. തിരിച്ച് ഞാൻ ലാസ്റ്റ് സ്പീഡാക്കി, എനിക്ക് 10-ാം തീയതി നാട്ടിൽ തന്നെ അതുകൊണ്ട് ഞാൻ സ്പീഡാക്കി. എന്നിട്ട് ഡൽഹി ടു കാഠ്മണ്ഡു കയറി ഇറങ്ങിയാൽ വരണം. എന്നുവെച്ചാൽ ഞാൻ പിന്നെ കിടന്ന് ഉറങ്ങിയത് ഞാൻ ബാംഗ്ലൂർ എത്തില്ല. ഡൽഹിയിൽ നിന്ന് വിട്ടിട്ട് പിന്നെ ഞാൻ ഉറങ്ങിയത് ബാംഗ്ലൂർ. ഡൽഹിയിൽ ഞാൻ 1-ാം തീയതി വിട്ടിരുന്നു. ബാംഗ്ലൂരിൽ എത്തിയ ഞാൻ ഏകദേശം 9 ദിവസം തീരെ ഉറങ്ങിയിട്ടില്ല. അതല്ല 2 മണിക്കൂറൊക്കെ ഉറങ്ങി ആ ഒരു ഉറങ്ങാതെ ഉറക്കത്തിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇറക്കാൻ വയ്യാതായി. എൻ്റെ കാലിൻ്റെ അടിയൊക്കെ പൊട്ടിയിരുന്നു നടന്നിട്ട്. ഏകദേശം 800 കിലോമീറ്റർ നടന്നു പറഞ്ഞല്ലേ ഈ 36 ദിവസം കൊണ്ട്. പിന്നെ ഇപ്പോ നമ്മുടെ കേരളം കഴിഞ്ഞ മൊത്തം ഇന്ത്യയിൽ ഇപ്പൊ ഏകദേശം എത്ര സംസ്ഥാനങ്ങൾ ഇറങ്ങി ഇന്ത്യയിൽ? പ്ലേസസ് എടുത്തു 18ന്റെ മുകളിൽ പ്ലേസസ് അല്ല. ഏറ്റവും ഭംഗിയുള്ള സ്ഥലമായിട്ട് തോന്നിയതാ? ഒന്ന് ഹിമാചല് ആ ഏരിയാസ്, പിന്നെ ഉദയ്പൂരിന് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളെ നാടിനെ വെച്ച് കമ്പയർ ചെയ്ത് ഉദയ്പൂരിനെ നോക്കുകയാണെങ്കിൽ ഉദയ്പൂരിന് ഒരു പോസിറ്റീവ് പോയിന്റ് ഉണ്ട്. ഒരു ലേക്കിന് ചുറ്റും, സിറ്റി ഓഫ് ലേക്സ് എന്നാണ് ഉദയ്പൂരിനെ പറയുന്നത്. ഒരു ലേക്കിന് ചുറ്റും നിറഞ്ഞ് ജീവിക്കുന്ന ആളുകളാണ്. എന്നിട്ട് പോലും ആ ലേക്കിലോട്ട് ഒരു പൊല്യൂഷൻ പോലും ആ ലേക്കിൽ. ആ ലേക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നോക്കിയാൽ കാണാത്ത ദൂരത്തോളം ആ ലേക്ക് ഉണ്ട്. പക്ഷെ ആർട്ടിഫിഷ്യൽ ആയിട്ട് അന്ന് പണ്ടത്തെ രാജാക്കന്മാർ പൊളിച്ച് ഉണ്ടാക്കിയതാണ് ആ ലേക്ക്. സിറ്റി പാലസിന്റെ അടുത്തായിട്ട് കാണുന്ന ലേക്കാണ്. അതിന്റെ ചുറ്റുപറ്റിയാണ് ആ ഒരു വലിയ ടൗൺ നിൽക്കുന്നത്. എന്നിട്ട് പോലും ഒരു പൊല്യൂഷനോ ഒന്നും തന്നെ ആ പോയപ്പോൾ ആ ലേക്കിനില്ല. നമ്മുടെ നാട്ടിൽ ചെറിയ റിവറിന്റെ അടുത്തൊരു വീടുണ്ടെന്നുണ്ടെങ്കിൽ ആ റിവർ പൊല്യൂട്ടഡ് ആണ് തീർച്ചയായിട്ടും. പക്ഷെ അവിടെ അങ്ങനെ ഇത് അന്ന് കണ്ടില്ല. ഞാൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന കുറച്ച് പേര്, അവർക്ക് അതിനോടുള്ള റെസ്പെക്ട് ഉണ്ടാവും. അവർക്ക് വെള്ളം തരുന്ന ആ ഇതാണ്, ആ ഇതാണ് ലേക്കാണ്. അതിനോടുള്ള ബഹുമാനം അവർക്ക്. നമുക്ക് വെള്ളം തരുന്നത് ഈ പുഴകളും ഇതൊക്കെ തന്നെ. നമ്മളതിനെ ബഹുമാനിക്കണ്ടേ. ഏകദേശം എത്ര വലിപ്പമുണ്ട് ആ തടാകം? എത്ര ഉണ്ടെന്നറിയില്ല, നോക്കിയാൽ കാണാത്തോളം ദൂരത്തോളം. അത്രയും വലിയതാണ്. അതവിടെ പ്രകൃതിയിലാണോ അത്? അല്ല, ആർട്ടിഫിഷ്യലാണ്, ഉണ്ടാക്കിയതാണ്, ആൾക്കാരുണ്ടാക്കിയത്, പണ്ടത്തെ രാജാക്കന്മാർ ഉണ്ടാക്കിയത്. അത്രയും ഭംഗിയാണത്. ആ നഗരം തന്നെ ഭംഗിയാണെന്ന് പറയുന്നത്. അത് നടുക്കൊരു പാലസ് ഒക്കെ ഉണ്ട്. അതിന്റെ നടുക്കൊരു പാലസ്, ഒരു ഹോട്ടലാണ്, നല്ല റൈറ്റ് പാലസ്. ലൈറ്റ് പാലസ് തന്നെയാണ് പേര് തോന്നുന്നത്. അപ്പോ മണാലി ഷിംലയൊക്കെ ഇത്രയും ഉള്ളു തട്ടിയതില്ലേ? ഉള്ളു തട്ടിയത് അതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം. പിന്നെ ഗുജറാത്തൊക്കെ രസമുണ്ടായിരുന്നു. പക്ഷെ ഗുജറാത്തിലെ ആൾക്കാരുടെ ക്യാരക്ടർ കൊണ്ട് എന്തോ ആ നാട്ടിൽ ഭയങ്കരമായിരുന്നു ആൾക്കാർ. ഗുജറാത്തില് എന്ന് വെച്ചാൽ പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷെ സൂറത്തില് അടിപൊളിയായിരുന്നു. അവിടുന്ന് പരിചയപ്പെട്ട ഒരാളുണ്ട്, അജയ്സ് എന്ന് പറഞ്ഞ ഫുട്ബോളിൽ നടത്തുന്ന ജയദീപ് സാർ. ആള് ഭയങ്കര സപ്പോർട്ട്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ അടുത്ത ട്രിപ്പ് എൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ ഓരോ സ്ഥലത്തും വിളിക്കുക, എന്ന് രാവിലെ വിളിക്കുക, മെസ്സേജ് അയക്കാൻ, ഇവിടെ അപ്ഡേഷൻ വരാണ്ട് ചെയ്യും. അപ്ഡേഷൻ തരണം കേട്ടോ. അടുത്ത ലോക്കലാണോ? അടുത്ത ലോക്കൽ. അപ്പോ സംസാരമൊക്കെ ഇംഗ്ലീഷിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഏതൊക്കെ ലാംഗ്വേജ് ഏകദേശം പഠിച്ചോ ഈ 36 ദിവസം കൊണ്ട്? അത് ഹിന്ദി കുറച്ചൊക്കെ തീരെ അറിയില്ല. ഹിന്ദി ഇപ്പൊ ഹിന്ദി ഏകദേശം റെഡിയായി. ഇത്രയും സ്ഥലങ്ങളൊക്കെ ഇറങ്ങി. ഹിന്ദി പഠിക്കേണ്ട അവസ്ഥ വന്നു, കാരണം നോർത്തിൽ അതില്ല, നടക്കൂല. യാത്ര ആഗ്രയിലെത്തിയപ്പോ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് ഒരാളെ കണ്ടിരുന്നു പറഞ്ഞു. അലി എന്നാണ് പേര്. ഞാൻ ആള് അജ്മീറിലോട്ട് വന്നത്. അപ്പൊ എന്നെ വിളിച്ചു, ഞാൻ ആഗ്രയിൽ വരുന്നുണ്ടെങ്കിൽ വരുമെന്ന് ചോദിച്ചു. ഞാൻ ആഗ്രയിൽ ഞാൻ താജ്മഹൽ എങ്ങനെ കാണുന്ന ഒരു പ്ലാനിലായിരുന്നു. കയ്യിൽ ക്യാഷ് ഇല്ല. എങ്ങനെ കാണും താജ്മഹൽ എന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുമ്പോഴാണ് പറച്ചവന്റെ നേക്കും പോലെ മൂപ്പരെ കിട്ടിയത്. മൂപ്പര് താജ്മഹൽ ടിക്കറ്റ് ഒക്കെ എടുത്ത് 6:30 അവിടെ എത്തി എൻറ്റിമേറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. എല്ലാവരും രണ്ടും കൂടെ ഒരുമിച്ച് പോയിട്ട് താജ്മഹൽ കാര്യങ്ങളൊക്കെ കണ്ട്. ഓക്കെ, അലിവായും പറയും എന്താ വെച്ചാൽ. അപ്പോൾ നിങ്ങൾ അവിടുന്ന് എങ്ങനെ ഇവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി? എന്തൊക്കെയാണ് നിങ്ങൾ അവിടുന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കാതെയാണല്ലോ നിങ്ങളവിടെ ആ യാത്ര പോയിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് യാദൃശ്ചികമായിട്ടാണ് ഇവനെ കാണുന്നത്. ഇവൻ വേറെ റൂട്ടിൽ പോയത്, നിങ്ങൾ വേറെ റൂട്ടിൽ പോയതാണ്. അപ്പോൾ ഇവനെ കണ്ടത് മുതൽ നിങ്ങൾ തമ്മിലുള്ളൊരു യാത്ര, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള പിന്നെ നിങ്ങൾ ഇവനെ തിരിച്ച് യാത്രയാക്കുന്നത് വരെയുള്ള ഒന്ന് വിവരിച്ച കുഴപ്പമില്ല. ഇവനെ കണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു താജ്മഹലിൽ. അങ്ങനെ ഇവനെ കണ്ട് ഇപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി തന്ന് അവിടെ നമ്മളെ ട്രെയിൻ കയറ്റി തന്നു. അത് ശരി. അപ്പൊ നിങ്ങളെ ഇവനാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? അല്ല, ഞങ്ങളെ താജ്മഹലിൽ ഞങ്ങള് കയറ്റി. പിന്നെ ഞങ്ങളപ്പം വന്ന് ഞങ്ങളപ്പം വരുത്തുണ്ടായിന്ന്. അവനക്ക് ഹിന്ദിയൊക്കെ സംസാരിക്കാൻ അറിയാം. നിങ്ങൾ ഇവന്റെ അയൽവാസിയാണ്? നിങ്ങളുടെ പേര്? എന്റെ പേര് അലി. അപ്പോ ഇവന് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ യാത്രയില്. അതുപോലെ തന്നെ ഇവനെ നിങ്ങൾ അങ്ങ് സ്പോൺസറും ചെയ്ത് ആ സമയത്ത് ഈ യാത്ര മൊത്തം സ്പോൺസറും ചെയ്തു. ഓക്കെ.
ഇവരൊക്കെയാണ് എന്റെ ഫ്രണ്ട്സ്. 5 പേരെ ഉള്ളു ഇവിടെ ഇപ്പൊ. 5 ഇവന്റെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു അഭിപ്രായത്തില്? ഇവരെ വീട്ടിൽ നിന്നുള്ള പ്രഷറൊക്കെ നിങ്ങൾക്കായിരിക്കുമല്ലോ ഇവനെ പറ്റി ചോദിക്കാറും. വല്യമാനൊക്കെ കണ്ട് വല്യമ്മക്ക് ഒരുപാട് വിഷമം പറഞ്ഞു ഇവന്റെ യാത്രനെ കുറിച്ചിട്ട്. അപ്പം പോയത് മുതൽ സങ്കടമാണ് അവർ പറയുന്നത്. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയായിരുന്നു അവർ വീട്ടുകാർ നിങ്ങളോട് ചോദിച്ചിരുന്ന കാര്യങ്ങളൊക്കെ? വീട്ടുകാർക്ക് ആദ്യം നല്ല എതിർപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ പറഞ്ഞ് മയപ്പെടുത്തി കൊടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കുറേ കാര്യങ്ങൾ സമാധാനപ്പെടുത്തി. എന്തെല്ലായിരുന്നു അവർ ചോദിച്ചത്? ഉപ്പൊക്കെ നിങ്ങളൊക്കെ അറിഞ്ഞു നിങ്ങളെ കൂടെ നടന്നിട്ടാണ് സാധാരണ അങ്ങനെയാണ് പറയുക, ആ കണ്ട ചെക്കന്മാരൊപ്പം നടന്നിട്ടാണ് ഈ വക ഇതൊക്കെ പഠിച്ചു വെക്കുന്നതെന്ന് പറയും. ഇല്ല അങ്ങനൊന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ അവനെന്ന് പറഞ്ഞു. ഇല്ല പിന്നെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്. എന്റെ യാത്രയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? സന്തോഷമാണോ? സന്തോഷമാണ് ഞങ്ങൾക്ക്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മുത്തൂരിൽ നിന്ന് അഭിമാനാണല്ലേ ഞങ്ങളുടെ തിരൂരിന് തന്നെ ഒരു അഭിമാനാണ്. ഓ നിന്റെ വല്യമ്മ പറഞ്ഞത് വെച്ചിട്ട് ഭയങ്കര ഭീഷണിയൊക്കെ നടത്തിയിട്ടാണ് ഈ അവരുടെ സമ്മതം വാങ്ങിയിട്ടുള്ളത്. നരമ്പ് മുറിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഭീഷണി തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അപ്പൊ അല്ല എന്നാ അത്രക്ക് ആവശ്യം ഉണ്ടായിരുന്നു അവരുടെ? ഇപ്പൊ നിന്റെ ഉമ്മ ആണെങ്കിൽ നിന്റെ ഉമ്മാന്റെ അല്ലെങ്കിൽ ഇത്താത്തമാരുടെ ഒക്കെ എന്താ പറയാ സംസാരമൊക്കെ കണ്ടിട്ട് അത്രയൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അതെന്താ വെച്ചാലേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ്, ഒരുപാട് നേരം ഒരുപാട്. ഇവര് പിന്നെ എന്നെ കൊന്നാൽ മാത്രമേ പോവുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അടുത്ത് വേറെ വഴിയില്ല. ഞാൻ എന്തായാലും നരമ്പൊന്നും മുറിക്കില്ല, അത് ഉറപ്പാണ്. ആരെന്നെ കൊന്നിട്ടേ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ? പിന്നെ അവരെ സമ്മതിപ്പിക്കാൻ നമ്മുടെ അടുത്ത് പൊടിക്കയ്യലല്ലോ വേണ്ടേ. അപ്പൊ അങ്ങനെ ഉപയോഗിച്ചാണ്. പിന്നെ എന്തായാലും ഇപ്പൊ ഒരു ട്രിപ്പ് പോകുമ്പോഴേ ഇവർക്ക് പേടി ഉണ്ടാവുള്ളൂ. നമ്മളത് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അർത്ഥേന് വിടുമ്പോൾ എതിർപ്പുണ്ടെങ്കിൽ ഇത്രയ്ക്ക് എതിർക്കൂല. നമ്മൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ വിടും. ഇതൊന്നും ആരും അറിയാത്ത ഇതെല്ലാം വല്യമ്മ കൊണ്ടുപോയി കൊട്ടി. വല്യമ്മക്ക് അത്ര സ്നേഹമുണ്ട് നിന്റെ അടുത്ത്. ഉപ്പാക്കും ഉമ്മാക്കും വീട്ടുകാർക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹമാണ് ഈ എതിർപ്പായിട്ട് പുറത്തു വന്നത്. അതെ അതെ തീർച്ചയായിട്ടും. അവരുടെ ഉള്ളിൽ എന്തായാലും ഇപ്പോ ഇത്രയും ദൂരം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വളർത്തിയതാണ്. ഭക്ഷണം കിട്ടാൻ പോകുമ്പോൾ ആൾക്കാർ വിഷമം ഉണ്ടാവില്ല. എന്റെ വീടിന്റെ എൻട്രൻസ് കയറുമ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി നീയാണ് ഇളയ മകൻ. പിന്നെ അതുകൂടെ ഈ യാത്രയിൽ ഏതെല്ലാം തരത്തില് ബുദ്ധിമുട്ട്, അതായത് ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി പുത്തൻതാണിക്കെന്നാണ് ലിഫ്റ്റ് കിട്ടണ്ടേ, പക്ഷെ അവിടുന്ന് കിട്ടിയില്ല. അത് മുതലുള്ള ബുദ്ധിമുട്ട്, അതായത് സഹിച്ചതും തരണം ചെയ്തതൊന്നും ഏറ്റവും കൂടുതൽ റിസ്ക് ആയിട്ട് എനിക്ക് പോകേണ്ടി വന്ന പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ അഹമ്മദാബാദ് ടു ഉദയ്പൂർ റൂട്ട്. എന്നുവെച്ചാൽ അത് ഒരു വല്ലാത്ത യാത്രയായിരുന്നു. ഒരൊറ്റ വണ്ടി പോലും ലിഫ്റ്റ് കിട്ടിയില്ല. അവിടെയാണ് ഏറ്റവും കൂടുതൽ കിലോമീറ്റർ നടന്നത്. വെള്ളം കിട്ടാതെ ഏകദേശം 14 കിലോമീറ്ററോളം നടന്നു. പച്ച വെള്ളം കിട്ടിയ നട്ടിച്ച് 12 മണിക്കാണ് ഞാൻ അഹമ്മദാബാദിൽ നിന്ന് രാവിലെ നേരത്തെ ഇറങ്ങിയതാണ്. പക്ഷേ ഒരു 150 കിലോമീറ്റർ കവർ ചെയ്യാൻ എനിക്ക് ഏകദേശം 12 മണിക്കൂർ ആവശ്യമാണ്. 12 മണിക്കൂർ ആവശ്യം. അതിന് പുറമെ 600 കിലോമീറ്റർ ഗോവ ടു മുംബൈ ഞാൻ കവർ ചെയ്ത് വെറും 10 മണിക്കൂറുകൊണ്ടാണ് കവർ ചെയ്തത്. 600 കിലോമീറ്റർ. പക്ഷേ ഒരു 150 കിലോമീറ്റർ കവർ ചെയ്യാൻ എനിക്ക് ഏകദേശം 12 മണിക്കൂർ വേണ്ടി വന്നു പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം റിസ്ക് എടുത്തിട്ടുണ്ടാവും ആ ഏരിയ എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അവിടെ നിന്നുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ട് വന്ന ആ സമയത്ത്? അത് ലിഫ്റ്റ് കിട്ടുന്നില്ല, തീരെ കിട്ടുന്നില്ല. വണ്ടികൾ നിർത്തുന്നില്ല. കാരണം 60 പാതയായിരുന്നു, നിർത്തുന്നില്ല. പിന്നെ ആളുകളുടെ ക്യാരക്ടർ ഹിന്ദി അറിയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ചീത്ത പറഞ്ഞിട്ട് ഒരുപാട് പേര് ചീത്ത പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് വരാത്തതുകൊണ്ട് പിന്നെ ഞാൻ മൈൻഡ് ചെയ്തില്ല. പറയുന്ന ചീത്ത മനസ്സിലാവില്ല. പിന്നെ വെള്ളം ചോദിച്ചപ്പോൾ എന്നോട് ഒരു കയ്യിൽ കുപ്പിയിൽ കുറച്ച് വെള്ളമുണ്ട്, അത് ചോദിച്ചപ്പോൾ എന്നോട് അതിന് പൈസ ചോദിച്ച ആൾക്കാരുണ്ട്. 10 രൂപ പൈസ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ എമൗണ്ട് ഇല്ല, പൈസ ചോദിച്ച ആളുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച്. ഈ യാത്രയിൽ എത്രയും കയ്യിൽ വെച്ചിരുന്നു? ഇപ്പൊ ക്യാഷിന്റെ പറഞ്ഞല്ലോ 200 രൂപ തന്നിരുന്നു. അതുണ്ടായിരുന്നു കയ്യിൽ. പിന്നെ താത്ത 200 രൂപ തന്നിട്ടുണ്ടായിരുന്നു, അതായിരുന്നു കയ്യിലായിരുന്നു. പിന്നെ ATM ആയിരുന്നു കയ്യിലായത്. ആയിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ മുഖത്ത് വെക്കാനുള്ള മാസ്കിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മേടിച്ചു. ആക്കെ ഇതിനെ റീചാർജും ചെയ്തു. ഏകദേശം ആ പൈസ ഏകദേശം തീർന്നു. പിന്നെ ATM ആയിരുന്നു കയ്യിലുണ്ടായിരുന്നു. ATM ഉള്ള ഒരു ബലത്തിലാണ് ഇറങ്ങിയത്. പക്ഷേ ATMന്റെ ഗോവയിൽ നിന്ന് കോട്ടക്കോടയിൽ നിന്ന് വെച്ചിട്ടുണ്ടായ ഒരു ആക്സിഡന്റിൽ ATMന്റെ കയ്യിൽ നിന്ന് പൊട്ടി. അവിടെ കയ്യിൽ 0 ബാലൻസ് ആയി. ATM പൊട്ടിയും പോയി. അതിൽ പിന്നെ ക്യാഷ് ഉണ്ടായിട്ടില്ല. അപ്പൊ വല്യമ്മ തന്ന 200 രൂപ, താത്ത തന്ന 100 രൂപ, 200 രൂപ. ഇതാണ് മുതൽക്കൂട്ട് യാത്രയിലുള്ള. ആ 400 രൂപയില് 40 രൂപ, അതിന്റെ 50 രൂപന്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നു. 50 രൂപ ബാലൻസ് ഉണ്ടായിരുന്നു. ലാസ്റ്റിൻ്റെ 10 രൂപ അതേമാതിരി തന്നെ തിരിച്ചു കൊടുത്തിട്ട് എൻ്റെ ബാഗിലിരിക്കുന്ന പൈസ. പിന്നെ ഈ യാത്രയിൽ ഇപ്പോ ഞാൻ അറിഞ്ഞു വന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഒരു 40 രൂപന്റെ മാത്രം ചെലവ് വന്നെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഈ 40 രൂപ എല്ലാവരും ചോദിച്ചിട്ടുണ്ടാവും, ഈ 40 രൂപ എന്തിനാണ് ഉപയോഗിച്ചത്? ഇതിലിപ്പോൾ ആകെ 40 രൂപയാണല്ലോ. അത് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ അതിലേക്ക് ഒരുപാട് പേർക്ക് ആൻസറും കൊടുത്ത് മതിയായ ചോദ്യമാണ്. ഇപ്പം എന്താ ചെയ്തതെന്ന് വെച്ചാൽ 40 രൂപ എൻ്റെ ഉടുപ്പിൽ വെച്ച് എൻ്റെ പവർ ബാങ്ക് ഒക്കെ മിസ്സായി.
അപ്പോൾ ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ചാർജ് ചെയ്യണം എന്നൊന്നും അറിയില്ലായിരുന്നു. ചാർജ് ചെയ്യുന്നത് അറിയില്ല. അപ്പോൾ ആകെ ഞാൻ കണ്ടൊരു ഓപ്ഷൻ പ്ലാറ്റ്ഫോമുകളിൽ കയറി അവിടുന്ന് ചാർജ് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് ഞാൻ പ്ലാറ്റ്ഫോമിൽ കയറി ഇരിക്കാതെ കയറിയാൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ 40 വരെ ചിലപ്പോൾ 400 പോകും. ഞാൻ ജസ്റ്റ് 10 രൂപ ടിക്കറ്റ് എടുത്തു, കയറി അകത്ത് കയറി ഫുൾ ചാർജ് ചെയ്തു. ക്യാമറയും മൊബൈലും 2 മൊബൈലും ക്യാമറ എല്ലാം ചാർജ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തതാണ് ആ പൈസ 40 രൂപ. അല്ലെങ്കിൽ അതൊന്നും ചിലവ് വരില്ലായിരുന്നു. പവർ ബാങ്ക് മിസ്സായില്ലെങ്കിൽ ഇത് ടോട്ടലി ഒരു 0 ബാലൻസ് ട്രാവലിംഗ് ആവുമായിരുന്നു. തീർച്ചയായിട്ടും 40 രൂപ ഇപ്പം അത്ര അധികം എമൗണ്ട് അല്ലാത്തതുകൊണ്ട് ഇതൊരു വലിയ ചലഞ്ച് തന്നെയാണ് സംഭവം.